നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ബോൾഡായ സ്ത്രീ ആരാണ്? എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബോൾഡായ വ്യക്തി എൻ്റെ ഉമ്മയാണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു ഞങ്ങളുടേത്. ഫിനാൻഷ്യലി ഞങ്ങൾ ബിലോ മിഡിൽ ക്ലാസ് ആയിരുന്നെങ്കിലും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കാര്യത്തിൽ ഞങ്ങൾ റിച്ച് ഫാമിലി ആയിരുന്നു. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നാളുകൾക്ക് അധികം ആയുസ് പടച്ചവൻ തന്നില്ല. ഹാർട്ട് അറ്റാക്കിൻ്റെ രൂപത്തിൽ ഉപ്പ പോയി. എനിക്കന്ന് 3 വയസ്സായിരുന്നു. 3 ജ്യേഷ്ഠത്തിമാരും ഞാനും ഉമ്മയും ആ ചെറിയ കുടിലിൽ അനാഥത്വത്തിൻ്റെ ക്രൂരതയോട് പൊരുതുന്നതിനിടയിൽ ഉമ്മ ആലോചിച്ചത് ഞങ്ങൾ ബുദ്ധിമുട്ടരുത് എന്ന് മാത്രമായിരുന്നു. പെൺകുട്ടികളെ വേഗം കല്യാണം കഴിപ്പിച്ച് വിടുക എന്ന രീതിയിലുള്ള ഒരു ഓർത്തഡോക്സ് ഫാമിലി ആയിരുന്നു ഞങ്ങളുടേത്. ഉപ്പയുടെ മരണം കൂടിയായപ്പോൾ ബന്ധുക്കളിൽ ചിലർ മൂത്ത ജ്യേഷ്ഠത്തിയെ കല്യാണം കഴിപ്പിച്ചയക്കാൻ ഉമ്മയെ നിർബന്ധിച്ചു. ഉമ്മയുടെ അതേ അവസ്ഥ മക്കൾക്കും വന്നുകൂടാതില്ലല്ലോ എന്നാണ് ഉമ്മ അന്ന് ചിന്തിച്ചത്. ഉമ്മയുടെ അവസ്ഥ ഞങ്ങൾക്ക് വരാതിരിക്കാൻ ബന്ധുക്കളുടെ എല്ലാം തീരുമാനങ്ങളെ അവഗണിച്ച് ഞങ്ങൾക്ക് വിദ്യാഭ്യാസമാണ് വേണ്ടത് എന്ന് പറഞ്ഞ് വിവാഹ കാര്യങ്ങൾ നിർത്തിവെച്ചു. വിദ്യാഭ്യാസം നൽകുന്നതിനായി ഉമ്മയുടെ കയ്യിൽ സാമ്പത്തികമായി ഒന്നുമില്ലായിരുന്നു. അങ്ങനെ എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി ഉമ്മ ഞങ്ങളെ 4 പേരെയും ഓർഫനേജിൽ ചേർത്തി. ഉപ്പയുടെ വിയോഗത്തിന് ശേഷം ഞങ്ങൾ 4 പേരും ഓർഫനേജിലേക്ക് പോയപ്പോൾ ആ ചെറിയ വീട്ടിൽ ഉമ്മ ഒറ്റപ്പെട്ടു പോയി. രാത്രികളിൽ നെഞ്ചുപൊട്ടി കരഞ്ഞിട്ടുണ്ടാവും. ഉമ്മ അന്ന് എടുത്ത തീരുമാനം എത്രത്തോളം വേദനാജനകമായിരുന്നു എന്ന് അന്നെനിക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷേ ഉമ്മ അന്നെടുത്ത തീരുമാനത്തിന് ഉമ്മയോട് ഈ ആയുസ് മുഴുവനും നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഒറ്റപ്പെട്ടു പോയ ഒരു വിധവയുടെ ചെറുത്തുനിൽപ്പായിരുന്നു അത്. ഒരിക്കലും ഉമ്മയോട് ഞാൻ ചോദിച്ചിരുന്നു, എങ്ങനെയാണ് ഉമ്മ നിങ്ങൾ ഈ സങ്കടങ്ങളിൽ ഞങ്ങൾ കൂടി ഇല്ലാതെ ജീവിച്ചത് എന്ന്. അന്ന് ഉമ്മ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: ഉപ്പയുടെ ഖബർ മൂടുമ്പോൾ വെച്ച കല്ല് പടച്ചവൻ എൻ്റെ മനസ്സിലാണ് വെച്ചത്. പിന്നീട് അങ്ങോട്ടേക്കൊരു ചെറുത്തുനിൽപ്പായിരുന്നു. സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, ഉപ്പ തിരിച്ചു വരില്ല, മക്കളെ നോക്കണം. അതിനിടയിൽ ഹൃദയം കല്ലുപോലെയായി. ഉമ്മയുടെ ഹൃദയത്തിലെ കല്ല് എന്ന് പറഞ്ഞത് ഉമ്മയുടെ ബോൾഡ്നെസ് ആണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. കാലം അതെനിക്ക് മനസ്സിലാക്കി തന്നു. എന്നിരുന്നാലും ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. ഓർഫനേജിൻ്റെ സഹായത്തോടെ 4 പേരുടെ വിദ്യാഭ്യാസവും ജോലിയും വിവാഹവും എല്ലാം സെറ്റായി. ഇന്നും ഞങ്ങളുടെ സന്തോഷത്തിനു വേണ്ടി ഏതറ്റം വരെയും പോരാടുന്ന ഉമ്മ വേറെ വിവാഹമൊന്നും കഴിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ പതറാതെ പഠനം പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ജീവിതം എപ്പോഴും ഇരുട്ടിലായിരിക്കില്ല. ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കുക. അത് നമ്മെ ഇരുട്ടിൻ്റെ പടുകുഴിയിൽ നിന്ന് പ്രകാശത്തിൻ്റെ പൊൻപ്രഭയിലേക്ക് എത്തിക്കും. ഈ സമയവും കടന്നു പോകും. കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ചാലും വിജയം സുനിശ്ചിതമാണ്.